ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ ഊർജിതമാക്കി ദേശീയ ജനാധിപത്യ മുന്നണി. തിരഞ്ഞെടുപ്പ് തുടർനീക്കങ്ങൾ ചർച്ച ചെയ്ത് INDA സഖ്യം. ഒഡീഷയിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി. ഭക്ഷ്യഗുണനിലവാരത്തെക്കുറിച്ചുള്ള അവബോധവുമായി ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ അട്ടിമറിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കുവൈത്തിനെതിരെ ഇന്ത്യയ്ക്ക് ഗോൾ രഹിത സമനില. വാർത്തകൾ വിശദമായി. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ ഊർജിതമാക്കി ദേശീയ ജനാധിപത്യ മുന്നണി. ശ്രീ നരേന്ദ്രമോദി ഞായറാഴ്ച പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായ 3ാം തവണയാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിരവധി രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുമെന്നാണ് വിവരം. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് പ്രക്ഷേപണം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര സർക്കാർ അവലോകനം ചെയ്തു. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, പ്രസാർ ഭാരതി, ആകാശവാണി, ദൂരദർശൻ എന്നിവിടങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. NDA സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ലോക നേതാക്കളുടെ ആശംസകൾക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയുമായി സംസാരിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിന്യൻ കോളിനും ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. കേന്ദ്ര സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് NDA പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. BJP, TDP, JDU, LJP, ശിവസേന ഷിൻഡെ വിഭാഗം, JDS, NDAയിലെ മറ്റ് ഘടകകക്ഷികൾ എന്നിവയുടെ പുതിയ MPമാർ യോഗത്തിൽ പങ്കെടുക്കും. ഇതിനു മുന്നോടിയായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേന്ദ്രമന്ത്രിമാരുമായും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായും ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, BJP ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം JDU പാർട്ടി അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലും NCP നേതാവ് അജിത് പവാറിന്റെ നേതൃത്വത്തിലും ചർച്ചകൾ നടന്നു. തെരഞ്ഞെടുപ്പ് തുടർനീക്കങ്ങൾ ചർച്ച ചെയ്യാൻ INDA സഖ്യ നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ വിവിധ യോഗങ്ങൾ ചേർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുന്നണിയുടെ ആദ്യ യോഗം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നേരത്തെ നടന്നിരുന്നു. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ അഭിഷേക് ബാനർജിയും ഡെറക് ഒബ്രിയാനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനെ ഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ചു. ആം ആദ്മി പാർട്ടി നേതാവും രാജ്യസഭാ MPയുമായ രാഘവ് ചദ്ദ ശിവസേന നേതാവ് സഞ്ജയ് റാവത്തുമായും കൂടിക്കാഴ്ച നടത്തി. ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവമാക്കി BJP. ഇതുമായി ബന്ധപ്പെട്ട് ഒഡീഷയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി ജുവൽ ഓറം, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, ഗിരീഷ് ചന്ദ്ര മുർമു തുടങ്ങിയ നേതാക്കളുടെ പേരുകൾ BJPയുടെ പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 147ൽ 78 സീറ്റുകൾ നേടിയാണ് ഒഡീഷയിൽ BJP അധികാരമുറപ്പിച്ചത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി. ഇന്നലെ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിൽ ചേർന്ന സർവകക്ഷി MLAമാരുടെ യോഗത്തിലാണ് പാർട്ടി തീരുമാനം അറിയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് INDAയുമായി സഖ്യം രൂപീകരിച്ചതെന്ന് യോഗത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ മന്ത്രി ഗോപാൽ റായ് പറഞ്ഞു. കേരളത്തിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നലെ പുറത്തിറങ്ങി. MPമാരായ ബിനോയ് വിശ്വം, എളമരം കരീം, ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി അടുത്ത മാസം 1 അവസാനിക്കാനിരിക്കെയാണ് വിജ്ഞാപനം പുറത്തിറങ്ങിയത്. മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. NCP നേതാവ് പ്രഫുൽ പട്ടേലിന്റെ രാജിയെ തുടർന്നാണ് വിജ്ഞാപനം. ഈ മാസം 13 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 25നാണ് വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങളെ തടയാനും അതേക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനും ലക്ഷ്യമിട്ടാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2018 ഐക്യരാഷ്ട്ര പൊതുസഭ ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നതിന് തുടക്കമിടുന്നത്. വിശപ്പിന്റെയും ദാരിദ്ര്യത്തിന്റെയും ദയനീയ മുഖം ലോകത്തിനു മുന്നിൽ കൊണ്ടുവരിക, ഭക്ഷ്യപ്രതിസന്ധിക്കെതിരായ പോരാട്ടത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്തുക, അന്തർദേശീയ തലത്തിൽ കാർഷിക വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുള്ള ആഘോഷം മാത്രമല്ല, വിശപ്പിനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയായാണ് ഈ ദിനത്തെ കണക്കാക്കുന്നത്. ഭക്ഷ്യസുരക്ഷ, അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഭക്ഷ്യസുരക്ഷയിലൂടെ ക്ഷേമവും സുസ്ഥിര വികസനവും ഉറപ്പാക്കാനും ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജൂൺ 4 രാജ്യത്തുണ്ടായ ഓഹരി വിപണി തകർച്ചയിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വ്യാജ അഭിപ്രായ സർവേയിലൂടെ ഓഹരി വിപണികളിൽ വൻ അഴിമതി നടത്തിയതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും എക്സിറ്റ് പോൾ നടത്തിയവർക്കുമെതിരെ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. നീറ്റ് യുജി പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ വിശദീകരണവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കട്ട് ഓഫിലെ വർധനവ് പരീക്ഷയുടെ മത്സര സ്വഭാവത്തിലും ഉദ്യോഗാർത്ഥികളുടെ പ്രകടന നിലവാരത്തിലും പ്രതിഫലിച്ചതായി എൻഡിഎ പറഞ്ഞു. ഫിസിക്സിന്റെ ഒരു ഉത്തരസൂചികയിൽ തിരുത്തൽ വന്നതും സമയനഷ്ടത്തിനുള്ള ഗ്രേസ് മാർക്ക് നൽകിയതിനാലുമാണ് ചിലർക്ക് ഉയർന്ന റാങ്ക് ലഭിച്ചത്. സിസിടിവി ദൃശ്യങ്ങളുടെ വിശകലനത്തിൽ പരീക്ഷയിൽ ക്രമക്കേട് ഉണ്ടായിട്ടില്ലെന്ന് കണ്ടെത്തിയതായി വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിശോധിക്കാൻ രൂപീകരിച്ച പരാതി പരിഹാര സമിതി പറഞ്ഞു. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ അട്ടിമറിച്ച് അമേരിക്ക. ഇന്നലെ ഡാലസിൽ നടന്ന മത്സരത്തിൽ സൂപ്പർ ഓവറിൽ ആതിഥേയരായ അമേരിക്ക പാകിസ്ഥാനെ 5 റൺസിന് പരാജയപ്പെടുത്തി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 159 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ യുഎസ്എ 3 വിക്കറ്റ് നഷ്ടത്തിൽ പാകിസ്ഥാന്റെ സ്കോറിനൊപ്പം എത്തിയതോടെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങുകയായിരുന്നു. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ നേരിടും. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലന്റ് നമീബിയയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കുവൈത്തിനെതിരെ ഗോൾ രഹിത സമനില. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം കൂടിയായിരുന്നു ഇന്നലെ നടന്നത്. 19 വർഷത്തെ അന്താരാഷ്ട്ര കരിയറിലെ അവസാനത്തെ മത്സരത്തിൽ ബൂട്ടണിഞ്ഞ ഛേത്രി ആരാധകരോട് യാത്ര പറഞ്ഞു. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. വെള്ളവരകൾക്കുള്ളിൽ നീലക്കുപ്പായവും അണിഞ്ഞ് പന്തിൽ ബൂട്ടിന്റെ മാന്ത്രിക സ്പർശം സമ്മാനിച്ച സുനിൽ ഛേത്രിയുടെ രാജ്യത്തിനു വേണ്ടിയുള്ള അവസാന മത്സരവും കഴിഞ്ഞിരിക്കുന്നു. വീരനായകന് വിജയത്തോടെ ഒരു യാത്രയയപ്പെന്ന മോഹത്തിന് കുവൈറ്റിന്റെ പ്രതിരോധം തടസ്സമായപ്പോൾ ഫിഫ ലോകകപ്പിലെ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഗോൾ രഹിത സമനില. ഇപ്പോൾ ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്തുണ്ടെങ്കിലും അടുത്ത മത്സരത്തിൽ ഈ മാസം 11 കരുത്തരായ ഖത്തറിനെ ജയിച്ചാൽ മാത്രമേ 3ാം റൌണ്ട് സാധ്യതകൾ തെളിയൂ. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ കാണികളുടെ കലവറയില്ലാത്ത പിന്തുണയുണ്ടായിട്ടും മികച്ച കളി പുറത്തെടുക്കാൻ ഇന്ത്യയ്ക്കായില്ല. ഇനി കാൽപന്തിനെ നെഞ്ചേറ്റുന്നവർ കാത്തിരിപ്പ് തുടങ്ങുകയാണ് മറ്റൊരു ഛേത്രിക്കായി. എതിർ ഗോൾ മുഖങ്ങളിൽ മിന്നൽ പിണർ കണക്കെ വന്നിറങ്ങി വല ചലിപ്പിക്കാൻ ഛേത്രിയെപ്പോലെ നമുക്കൊരു രക്ഷകൻ വേണം, ഇന്ത്യൻ ഫുട്ബോളിന്റെ നാളുകളെ പ്രതീക്ഷാ നിർഭരമാക്കാൻ. ഉഷ്ണതരംഗ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി അവലോകന യോഗം നടത്തി. ആശുപത്രികളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന തീപിടുത്തം തടയുന്നതിനുള്ള നടപടികളെക്കുറിച്ചും യോഗത്തിൽ ചർച്ചയായി. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഉന്നതതല ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ കർശനമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് മന്ത്രാലയത്തെ അറിയിച്ചു. അടുത്ത ദിവസങ്ങളിൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം നിലനിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. പ്രമുഖ ഫുട്ബോൾ താരം ഒ.കെ. സത്യൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. 5 വർഷം കേരളത്തിനു വേണ്ടി സന്തോഷ് ട്രോഫി മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട്. കേരള, ഗോവ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ, കോച്ച്, മാനേജർ, സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും വഹിച്ചു. സംസ്കാരം രാവിലെ 11 മണിക്ക് കണ്ണൂർ പയ്യാമ്പലത്ത് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ചർച്ചകൾ ഊർജിതമാക്കി ദേശീയ ജനാധിപത്യ മുന്നണി. തിരഞ്ഞെടുപ്പ് തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്ത് INDA സഖ്യം. ഒഡീഷയിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള ചർച്ചകൾ സജീവം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി. ഭക്ഷ്യഗുണനിലവാരത്തെക്കുറിച്ചുള്ള അവബോധവുമായി ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ അട്ടിമറിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കുവൈത്തിനെതിരെ ഇന്ത്യയ്ക്ക് ഗോൾ രഹിത സമനില. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.